രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുന്ന കേരള സെപക് താക്രോ ടീമുകൾ ഡിസംബർ 16-ന് കളത്തിലിറങ്ങും. തൃക്കരിപ്പൂർ ഫായിക്ക അക്കാദമിയിൽ പരിശീലിച്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾക്ക് ചൊവ്വാഴ്ച രാവിലെയാണ് ആദ്യ മത്സരം. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. 69ാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ 19 വയസ്സിൽ താഴെയുള്ളവരുടെ സെപക് താക്രോ മത്സരത്തിൽ പങ്കെടുത്ത് കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ പുറപ്പെട്ടു. ഒരാഴ്ച നീണ്ട പരിശീലന ക്യാമ്പിൽ നിന്നാണ് ടീം തെരഞ്ഞെടുപ്പ് നടന്നത്. ആൺകുട്ടികളുടെ ടീമിനെ പാലക്കാട് ജില്ലയിലെ ജി അനുഭവ് നയിക്കും. VB ലെനോ, ഡാൽവിൻ ദേവസിക്കുട്ടി, S ആര്യൻ, K അക്ഷജ് എന്നിവരാണ് ടീം അംഗങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ KV ബാബുവാണ് പരിശീലകൻ. കോട്ടയത്തെ VK ഷിബുവാണ് മാനേജർ. തൃശൂർ ജില്ലയിലെ ഐശ്വര്യ ജോയിയാണ് പെൺകുട്ടികളുടെ ടീമിനെ നയിക്കുക. അന്ന മരിയ ബാബു, ആഷ്ന A സന്തോഷ്, S പുണ്യ, K ശിവനന്ദ തമ്പാൻ. എറണാകുളം ഒക്കലിലെ MS പ്രീത്താണ് പരിശീലക. കോഴിക്കോട് പെരുമണ്ണയിലെ R സുനിതയാണ് മാനേജർ. ക്യാമ്പിന്റെ സമാപന ചടങ്ങിൽ ഫായിക്ക അക്കാദമി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അബ്ദുല്ല ക്രിസ്മസ് ന്യൂ ഇയർ കേക്ക് മുറിച്ചു. സെപക് താക്രോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ, KV ബാബു, MS പ്രീത്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം മധുസൂദനൻ, MTP ബഷീർ, T അമീർ, MKP ഇർഷാദ് എന്നിവർ സംസാരിച്ചു. നാഷണൽ സ്കൂൾ ഗെയിംസിൽ സെപക് താക്രോ വിഭാഗത്തിൽ നടക്കുന്ന നാഷണൽ ഗെയിംസിൽ പങ്കാളിയാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കുട്ടികൾ കേരളത്തിൻ്റെ ടീമിലെ അംഗങ്ങളായ ആൺകുട്ടികളും പെൺകുട്ടികളുടെയും വിഭാഗത്തിലുള്ള കുട്ടികൾ ഇവിടെ 5 ദിവസമായി കഠിന പ്രയത്നത്തിലാണ്. ബാബുവിൻ്റെയും പ്രീതിൻ്റെയും നേതൃത്വത്തിൽ, മറ്റു മാഷിലൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഈ താക്രോ അക്കാദമി രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ പല മത്സരങ്ങളുടെയും വേദിയാകാൻ ഈ താക്രോ ഫായിക്ക അക്കാദമിയുടെ ഈ ഇൻഡോർ സ്റ്റേഡിയം. ചൊവ്വാഴ്ച രാവിലെയാണ് കേരള ടീമുകളുടെ ആദ്യ മത്സരം. ദേശീയ സ്കൂൾ ഗെയിംസ് ഡിസംബർ 22-ന് സമാപിക്കും. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.